എത്ര വയസ്സ് വരെ ബാസ്കറ്റ്ബോൾ കളിച്ചു? ഞാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു. അല്ല, ശരിക്കും ഒരു പ്രൊഫഷണൽ ലൈനിൽ കളിച്ചത് ഞാൻ ഓൾമോസ്റ്റ് ഇന്ത്യൻ ടീമിൽ 30 വയസ്സ് വരെ കളിച്ചു. പോലീസ് ടീമിന് വേണ്ടി ഓൾമോസ്റ്റ് 39-40 വയസ്സ്. ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. ഇപ്പോൾ കളിക്കുന്ന ആരും തന്നെ ഒരു 10-25 വയസ്സിന് മുകളിലോട്ടോ അല്ല 30 വയസ്സ് വരെ ഒന്നും കളിക്കുന്നില്ല. അത് അവരുടെ ഫിറ്റ്നസിന്റെ കുറവുകൊണ്ടാണോ, അവരുടെ താല്പര്യ കുറവുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ആയി സെക്കോടെ ഇനി ഇത് മതി എന്ന് കരുതിയിട്ടാണോ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ആരും ഇപ്പൊ കളിക്കുന്നില്ല? അത് പണ്ട് പ്ലേയേഴ്സുകൾ, പഴയ ആൾക്കാരുകൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അത് ദാറ്റ് ഈസ് പാഷൻ. നിങ്ങൾ അന്ന് കളിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ കളിച്ചിരുന്നത് ഇതിനകത്ത് എന്ത് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടല്ല. ഇതൊരു പാഷനായിരുന്നു. ഗെയിമിന്റെ ഒരു പാഷന് വേണ്ടിയാണ് നമ്മൾ കളിച്ചത്. ജോലി കിട്ടുമെന്നോ എന്താന്ന് അറിയില്ല. അത് ഇപ്പോഴും ആ ഒരു പാഷനിലാണ് ഇപ്പോഴും പോയി കളിക്കുന്നതും. കളിച്ചു കഴിഞ്ഞാൽ മുട്ടുവേന, നടുവേന വേണ്ട നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാവും. എന്നാലും ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഇത് മറക്കുകയും പോയി കളിക്കുകയും അത് ഇപ്പോഴും ആ ബാസ്കറ്റ്ബോൾ നമ്മുടെ ബ്ലഡിലുള്ള എന്താ ഒരു ഭാഗമാണ് ഈ ബാസ്കറ്റ്ബോൾ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്ലെയർ കളിക്കുന്നതെന്ന് കഴിഞ്ഞാൽ they are not passion for the basketball. അല്ലെങ്കിൽ ഉള്ളവരുണ്ട്, ഇപ്പോഴും കളിക്കുന്നവരില്ല എന്നൊന്നും പറയുന്നില്ല. ഇപ്പോഴും പിന്നെ മാസ്റ്റേഴ്സ് ഇപ്പം ഒരു ഈവന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. 3-on-3 ആയിട്ടുണ്ട്, ഫുൾ ഗെയിം ഉണ്ട്. അതിൽ പല ഏജ് ഗ്രൂപ്പിലും പഴയ പ്ലേയേഴ്സുകൾ കളിക്കുന്നുണ്ട്. പക്ഷെ അവർ അത്ര ലൈം ലൈറ്റിലോട്ട് വരുന്നില്ല. അവരെ കളി കളിച്ച് പോകുന്നു എന്നല്ലാതെ ഈ പറയുന്ന അവരുടെ സർവീസ് ഉപയോഗപ്പെടുന്നു. ടോട്ടലി ബാസ്കറ്റ്ബോളിൽ പഴയ ആൾക്കാർ കളിക്കുന്നില്ല. അവർ കളി നിർത്തിയവർ പലരും ഈ കാറ്റഗറി 30+, 35, 40, 45+, ഈവൻ പെണ്ണുങ്ങളടക്കം 60+ കളിക്കുന്ന വനിതകൾ വളരെയധികം ഉണ്ട്. ഞങ്ങളുടെ കൂടെ കളിച്ചിരുന്നവർ തന്നെ പലരും ഈ മാസ്റ്റേഴ്സിന് വന്ന് കളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, റവന്യൂ കുറഞ്ഞു, ടൂർണമെന്റ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് പല പ്രാരാബ്ദങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇഞ്ചുറീസിന് ഭയക്കുന്നവരുണ്ട്, ഇഞ്ചുറി ഉള്ളവരുണ്ട്. അപ്പം അവരൊന്നും വരാത്തില്ല. അല്ലാതെ ആർക്കും ഈ പുതിയ ജനറേഷൻ ഇത് ടോട്ടലി മറന്നു പോകുന്നതല്ല. ജോലി കിട്ടി സെറ്റ് ആകുന്നില്ല. മേ ബി അവരുടെ പല സാഹചര്യങ്ങളും അവരെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിൽ നിന്നും മുന്നോട്ട് വലിക്കുന്നുണ്ട്. വീട്ടിൽ ഏറ്റവും ഇളയവനാണെന്നല്ലേ പറഞ്ഞത്? 5-ാമനല്ലേ? അപ്പം മറ്റുള്ളവരെല്ലാം ബാസ്കറ്റ്ബോൾ കളിക്കുന്നവരായിരുന്നു. അത് കണ്ടാണോ വളർന്നത്? അതൊരു കണ്ട് തന്നെയാണ് വളർന്നത്. ഞാൻ യുവജനത്തിൽ പോകുമ്പോൾ എൻ്റെ 4 ബ്രദേഴ്സ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നത്. ഈ കളി ഇവരുടെ ബാഗ് അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇവർ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് കളിക്കാൻ പോവുകയും ഈ ഇവരുടെ ബാഗ് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എനിക്കായിരുന്നു. ഞാൻ കളിക്കാത്തത് കൊണ്ട് ഞാൻ കൊണ്ടുപോയി. ഇവർ കളി കഴിഞ്ഞ് പിന്നെ 6 മണിയൊക്കെ വരുമ്പോൾ ഞാനിത് കൊണ്ടുപോകും. ഒരു ദിവസം ഇവരുടെ കളി ഞാൻ ഇടയ്ക്ക് ഇച്ചിരി നേരം കാണും. അപ്പം എനിക്കും ഇതിനോട് താല്പര്യമായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് വേണ്ട, നീ ആയിട്ടില്ല, നീ 1 വർഷം കൂടെ കഴിയട്ടെ, നീ 2 വർഷം കഴിയട്ടെ എന്നുള്ളതിന് അവർ നീങ്ങുന്നത്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് കളിച്ചേ പറ്റൂ, എന്നെ കളിപ്പിക്കണം, എനിക്ക് കളിക്കാൻ, എനിക്ക് നല്ല ബാഗ് എടുക്കത്തില്ല. അപ്പം ഫാദർ പറഞ്ഞു ഇവനെ കളിപ്പിക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ ആരെയും കളിക്കാൻ പോകണ്ട എന്ന് ഒരു ഓർഡർ, എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സായി. പക്ഷേ എന്നെ അവിടെ കളിക്കാനായിട്ട് ഞാനും വൈകുന്നേരങ്ങൾ കളിക്കാൻ പോയി. ഇവര് സ്കൂളിലെ പ്രാക്ടീസ് കഴിഞ്ഞ് അല്ലെങ്കിൽ കളി കഴിയുമ്പോഴേക്കും നേരെ തിരിച്ചു വരികയും ഞാൻ അവിടെ പിന്നെയും നിൽക്കും. ഇവർ പോയി കഴിഞ്ഞാൽ ഞാൻ വന്നോളാന്ന് പറയും. ഞാൻ കുറേ നേരം അവിടെ ഷൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാണ് ഞാൻ നേരെ സെമിനാരി പോയി. അന്ന് ജീവിതത്തിൻ്റെ അകത്ത് സെമിനാരി. അവിടെ അച്ഛന്മാർ കളിക്കുന്നത് 5:30 കഴിഞ്ഞിട്ടാണ്. ഇതിവിടെ 5:30 ആകുമ്പോൾ എല്ലാവരും കളി 4 മണി തൊട്ട് 5:30 വരെ കഴിയുമ്പോൾ പോകും. 5:30 കഴിഞ്ഞ് അവിടെ കളി തുടങ്ങും. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ആൾക്കാരും തികയത്തില്ല. പക്ഷേ ചിലപ്പം ഫുൾക്കോട്ട് തന്നെ കുറച്ച് പേരായിരിക്കും. അച്ഛന്മാരും അവരുടെ സർവീസും എല്ലാം കഴിയുമ്പോൾ അവർ കളി തുടങ്ങും. അപ്പം എൻ്റെ കളി പിന്നെയും അവിടെ തുടരും. അങ്ങനെ ഞാൻ വൈകുന്നേരം തന്നെ 2 നേരം പ്രാക്ടീസ് ചെയ്ത് അച്ഛന്മാരോട് കൂടെയും പ്രാക്ടീസ് ചെയ്ത് അച്ഛന്മാർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കും പറ്റിയിട്ടാണ് ഞാൻ കളി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും എന്നെ ഒത്തിരി, കാരണം എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ സ്റ്റേറ്റ് കളിച്ചു, യൂണിവേഴ്സിറ്റി കോളേജ് ടീമിലുണ്ടായിരുന്നു, സ്കൂൾസ് ടീമിൽ നാഷണൽസിലുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കളിച്ചു. ആവുമായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരു ലെവല് വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്ന് സ്റ്റോപ്പ് ചെയ്തു. ഐ ജസ്റ്റ് കണ്ടിന്യൂ. അവര് കുറെ ബിസിനസ്സും
മറ്റു കാര്യങ്ങളോട്ട് മാറി പഠിത്തമൊക്കെ ആയിട്ട് ഞാൻ ഈ ബാസ്കറ്റ്ബോൾ തന്നെ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈനിലോട്ട് ഞാൻ മാറുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പൊസിഷനിലാണ് റിട്ടയർ ചെയ്തത്? ഞാൻ കമാൻഡന്റ് ലെവലിൽ ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്ത് കമാൻഡായിട്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എനിക്ക് കിട്ടിയത് എൻ്റെ പേരൻസ് ആണ്. അത് ഞാൻ വിസ്മരിക്കാൻ പാടില്ല. കാരണം അപ്പച്ചൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു തേവരയില്, അമ്മച്ചി സ്വിമ്മറായിരുന്നു യൂണിവേഴ്സിറ്റി ലെവലിൽ മൈസൂരിൽ സ്വിമ്മിങ്ങിനുണ്ടായിരുന്നു. ഇവര് കളിക്കാനായിട്ട് പല വീടുകളിലും പേരൻസ് ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്ത് എല്ലാ കളിയിലും ഞാൻ പറയാതെ പോയ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം, എൻ്റെ പെർഫോമൻസ് വെച്ച് ഞാൻ കോളേജ് ലെവലിൽ അപ്പച്ചൻ ജർമ്മനിക്ക് ഒരു ലെറ്റർ കൊടുത്തു, ജർമ്മൻ സ്പോർട്സ് മിനിസ്റ്ററിന്. എൻ്റെ ബാസ്കറ്റ്ബോൾ അച്ചീവ്മെന്റ് ഇതാണ്, ഇതൊക്കെ വെച്ച് ഈ ഷുഡ് ബി ഗിവൺ അഡ്മിഷൻ ഇൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. അത് വളരെ എനിക്ക് യാദൃശ്ചികമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് മറുപടി കിട്ടിക്കഴിയുമ്പോഴാണ് അപ്പച്ചൻ എന്നെ കാണിക്കുന്നത്. അവർ മറുപടി അയച്ചു. അവരയച്ചതെന്ന് പറഞ്ഞാൽ ഈ പെർഫോമൻസ് ഇഫ് ഈ ഹാഡ് ഇൻ അത്ലറ്റിക്സ് വി വുഡ് ഹാവ് കൺസിഡർഡ് ദിസ് റിക്വസ്റ്റ്. ഡെഫിനറ്റ്ലി വുഡ് ഹാവ് ഗിവൺ അഡ്മിഷൻ ഇൻ ദ യൂണിവേഴ്സിറ്റി. സിൻസ് അവരുടെ ജർമ്മനിയിൽ ബാസ്കറ്റ്ബോൾ അത്ര ഫേമസ് അല്ല, ഇവന്റ് അല്ലാത്തത് കൊണ്ട് വി ആർ സോറി ടു അക്സെപ്റ്റ് ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. കാരണം അത്രമാത്രം അവര് ആ ജർമ്മനിയിൽ ആ സ്പോർട്സിന് വാല്യൂ അർപ്പിക്കുന്നു. ബാസ്കറ്റ്ബോൾ അത് ആ ലെറ്റർ അമേരിക്കയിലാണ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ മൈ ലൈഫ് വുഡ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. വേറൊരു ഇതായിരുന്നു. കാരണം ഇത് ഞാൻ പലപ്പോഴും വിട്ടുപോയൊരു കാര്യമാണ്. കാരണം അപ്പച്ചൻ ഇങ്ങനെ എൻ്റെ പെർഫോമൻസ്, എൻ്റെ ഈ പാഷനും ഇൻട്രസ്റ്റും കണ്ട് ജർമ്മനിക്ക് എഴുതുകയും അവർ അവിടെ നിന്ന് മറുപടി അയച്ച് അവരിത് അത്രമാത്രം ഒരു താല്പര്യം ആ ജർമ്മൻ യൂണിവേഴ്സിറ്റി കാണിച്ചെന്നുള്ളത് എനിക്ക് ഞാൻ ഇപ്പോഴും പലപ്പോഴും എന്താ പറയുക അഡ്മയർ കൊള്ളുന്ന ഒരു കാര്യമാണ്.